പാഠം 6 നസറുദ്ദീൻ മുല്ല. ഒരു കഥയാണ്. നസറുദ്ദീൻ മുല്ല സ്നേഹിതരും ഒന്നിച്ച് യാത്ര ചെയ്യുകയായിരുന്നു. കൂട്ടുകാരുമായി യാത്ര ചെയ്യുകയായിരുന്നു നസറുദ്ദീൻ മുല്ല. വിജനമായ വഴിയിലൂടെ ഇനിയും കുറേ നടക്കണം. ആരുമില്ലാത്ത വഴിയിൽ കൂടിയാണ് മൂന്നുപേരുടെയും യാത്ര. എന്നാലേ അവർക്ക് എത്തേണ്ടിടത്ത് എത്താൻ പറ്റുകയുള്ളൂ. രാത്രിയായതുകൊണ്ട് അവിടെ കിടന്നുറങ്ങി രാവിലെ വീണ്ടും യാത്ര തുടരാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് കുതിരപ്പുറത്ത് കയറി എതിരെ ഒരാൾ വരുന്നത് കണ്ടത്. ഒരു ഭക്ഷണപ്പൊതി അവർക്ക് നൽകി അയാൾ കടന്നുപോയി. ഒരാൾക്ക് ഭക്ഷിക്കാനുള്ള വക മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. 3 പേരുണ്ട്. എന്താണ് ചെയ്യുക? സഹയാത്രികരിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് കിടന്നുറങ്ങാം. നല്ല സ്വപ്നം കാണുന്ന ആൾക്ക് രാവിലെ ഇത് ഭക്ഷിക്കാം. അങ്ങനെ തീരുമാനിച്ച് 3 പേരും ഉറങ്ങാൻ കിടന്നു. ഏവരും ഉറക്കമായപ്പോൾ മുല്ല മെല്ലെ എഴുന്നേറ്റ് പൊതിയഴിച്ചു ഭക്ഷിച്ചു സുഖമായി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഓരോരുത്തരും അവർ കണ്ട സ്വപ്നം വിവരിക്കാൻ തുടങ്ങി. ഒരാൾ കണ്ട സ്വപ്നം ഇതായിരുന്നു. കടൽ തീരത്ത് നിൽക്കുമ്പോൾ ഒരു മത്സ്യകന്യക അയാളെ കടലിനടിയിലേക്ക് കൊണ്ടുപോയി മണിമാളികയിലിരുത്തി വേണ്ടുവോളം മധുരപാനീയങ്ങൾ നൽകി. പവിഴപ്പുറ്റുകൾ, മുത്തുകൾ, എന്തെല്ലാം കാഴ്ചകൾ! ആദ്യത്തെ ആളുടെ സ്വപ്നമായിരുന്നു അത്. രണ്ടാമത്തെ ആൾ കണ്ടത് മലമുകളിൽ നിൽക്കുമ്പോൾ ഒരു മാലാഖ അയാളെ ആകാശത്തേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ ഇരുത്തി വേണ്ടുവോളം മധുര പലഹാരങ്ങൾ നൽകി സ്വീകരിച്ചു. രണ്ടാമത്തെയാളും അയാൾ കണ്ട സ്വപ്നം വിവരിച്ചു. ഇനി അടുത്ത് മുല്ല പറയുന്നതാണ്. അടുത്തതായി മുല്ലയുടെ അവസരമായിരുന്നു. മുല്ല സ്വപ്നം വിവരിക്കാൻ തുടങ്ങി. നിങ്ങൾ രണ്ടുപേരും കണ്ട സ്വപ്നം പോലെ മധുരമല്ല എങ്കിലും ഞാൻ കണ്ട സ്വപ്നമായിരുന്നു ഏറ്റവും നല്ല സ്വപ്നം. എന്നാൽ കേൾക്കട്ടെ. രണ്ടുപേരും ആകാംക്ഷയോടെ മുല്ലയെ നോക്കി. മുല്ല പറഞ്ഞു. മുല്ല തുടർന്നു. ഒരു ചെകുത്താൻ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അട്ടഹസിച്ചു, എടാ വിട്ടി, രണ്ടുപേരും നിദ്രയിലാണ്. നീ ഇങ്ങനെ വിശന്നു കിടക്കണോ? ചെന്ന് ഭക്ഷണപ്പൊതി അഴിച്ച് ഭക്ഷിക്കൂ. ഭയവിഹ്വലനായി ഞാൻ ചെകുത്താന്റെ ആജ്ഞ അനുസരിച്ചു. കൂട്ടുകാർ ചോദിച്ചു, മുല്ല, തിന്നുമ്പോൾ ഞങ്ങളെയും വിളിക്കാമായിരുന്നില്ലേ? അപ്പൊ മുല്ല പറഞ്ഞു, തൊട്ടടുത്ത് ചെകുത്താൻ നിൽക്കുമ്പോൾ നിങ്ങളെ വിളിക്കാൻ ഒക്കുമോ? പോരെങ്കിൽ നിങ്ങളിൽ ഒരാൾ കടലിനടിയിലും മറ്റൊരാൾ ആകാശത്തുമല്ലേ? അന്നേരമായപ്പോൾ നേരം പുലരുകയും ചെയ്തു. ആരും ഒന്നും പറഞ്ഞില്ല. 3 പേരും യാത്ര തുടർന്നു.